ഞാനൊരു നാലക്ക സംഖ്യയാണ്. 2200-നും 2300-നും ഇടയിലാണ് എൻ്റെ സ്ഥാനം. അപ്പോൾ 2200-നും 300-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. 1000-ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയുടെ ഇരട്ടിയാണ് 10-ൻ്റെ സ്ഥാനത്തെ സംഖ്യ. 1000-ൻ്റെ സ്ഥാനത്ത് എന്തായാലും 2 ആയിരിക്കും. അതിൻ്റെ ഇരട്ടി 10-ൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ 10-ൻ്റെ സ്ഥാനത്ത് 4. 100-ൻ്റെ സ്ഥാനത്തെ സംഖ്യയുടെ ഇരട്ടിയാണ് ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ. 1000-ൻ്റെയും 100-ൻ്റെയും സ്ഥാനത്ത് ഒരേ സംഖ്യയാണ്. അപ്പോൾ 1000-ൻ്റെ സ്ഥാനത്ത് 2 ആകുമ്പോൾ 100-ൻ്റെ സ്ഥാനത്ത് 2. നേരത്തെ പറഞ്ഞ പ്രകാരമാകുമ്പോൾ 2244 ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ബാംഗ്ലൂരിൽ നിന്ന് 21:15 പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് പിറ്റേന്ന് രാവിലെ 5:45 കോഴിക്കോട് എത്തിച്ചേരും. ബസ് യാത്രക്ക് എടുത്ത സമയം എത്രയാണെന്ന് ചോദ്യം. 21:15 റെയിൽവേ ടൈമാണ്. അത് സാധാ ടൈമിലേക്ക് മാറ്റുന്നതാണെങ്കിൽ 9:15 നടത്തും. 9:15 രാത്രി. അവിടെ നിന്ന് 5:45 കണക്ക് കൂട്ടിയാൽ, അതായത് 10:15, 11:15, 12:15 അങ്ങനെ നോക്കുമ്പോൾ 8 മണിക്കൂർ 30 മിനിറ്റ് ആൻസർ കിട്ടും. ഇനി എല്ലാ മത്സര പരീക്ഷകളിലും കാണുന്ന വേറൊരു ചോദ്യമാണ്, ഒരു ക്ലോക്കിൻ്റെ സമയം കണ്ണാടിയിൽ കണ്ടത് 3:30 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്ര ആണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടൈം നോക്കുക. അത് 11 മണി അല്ലെങ്കിൽ 11-ന് മുകളിലാണെങ്കിൽ 23:60 ഈ ടൈം കുറക്കുക. ഇത് 11-ൽ താഴെയല്ലേ 3:30. അപ്പോൾ 11:60 ഈ ടൈം കുറച്ചാൽ ആൻസർ കിട്ടും. അപ്പോൾ 8:30 കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ കണ്ടത് പറഞ്ഞിട്ട് പ്രതിബിംബം കണ്ടത് സമയം കൊടുത്താൽ യഥാർത്ഥ സമയം കാണാൻ പറഞ്ഞാൽ തന്ന സമയം 11 മണിയോ അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ 23:60 ആ ടൈം കുറക്കുക. 11-ൽ താഴെയാകുമ്പോൾ 11:60 ആ ടൈം കുറക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.